നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. നിങ്ങൾക്കറിയുന്നു, LDF സ്ഥാനാർത്ഥി എം സ്വരാജും അതുപോലെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവറും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതുപോലെ ഇന്ന് UDFിൻ്റെ കൺവെൻഷനുണ്ട്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ദീപക് തരമണ വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. KC നിലമ്പൂരിൽ എത്തിക്കഴിഞ്ഞോ? വെരി ഗുഡ് മോർണിംഗ് SKN. നിലമ്പൂരിൽ KC എത്തിയിട്ടില്ല. KC ഉച്ചയോടുകൂടി എത്തും. പക്ഷേ ആവേശത്തിൻ്റെ അലകടൽ UDF ക്യാമ്പിൽ തീർക്കാൻ വേണ്ടിയാണ് KC എത്തുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന ഈ കൺവെൻഷൻ കേന്ദ്രം, അതായത് ഇന്നലെ ഇടതുമുന്നണിയുടെ കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു, ആവേശം ഉച്ചസ്ഥായിലെത്തിച്ചു. അതേ സ്ഥലത്ത്, അതേ കോടതിപ്പടിയിലാണ് ഇന്ന് UDFിൻ്റെ കൺവെൻഷൻ നടക്കുക. വലിയ രീതിയിൽ നമുക്കിപ്പോൾ ക്യാമറാമാൻ രാജേഷ് വളരെ കൊണ്ട് ഒന്ന് പാൻ ചെയ്താൽ അറിയാം, ഇതാ ഈ സ്ഥലത്താണ് കൺവെൻഷൻ നടക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നു. വലിയ ജനാവലി എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കേണ്ടതുണ്ട്. നേരത്തെ 24 കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? SK നമ്മൾ സ്ഥിരം പ്രേക്ഷകനാണ്. എന്താ നിലമ്പൂരിലെ ഒരു അവസ്ഥ? നിലമ്പൂരിൽ തീപാറുന്ന ഒരു പോരാട്ടമാണ്. പിന്നെ ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും കട്ടക്ക് നിൽക്കുകയാണ്. നല്ലൊരു പ്രതീക്ഷ കൊടുക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനാണ്. കാരണം നമ്മുടെ നിലമ്പൂരിന്റെ കാര്യങ്ങൾ എന്താണെന്ന് അൻവർ മത്സരിക്കുമ്പോൾ ആര്യാടനുള്ള സാധ്യത എങ്ങനെയാണ്? അൻവർ മത്സരരംഗത്ത് വരുമ്പോൾ, മത്സരരംഗത്ത് ശക്തമായി നിൽക്കുമ്പോൾ രാഷ്ട്രീയമല്ലേ, അതെന്തായാലും ആര്യാടൻ ഷൗക്കത്തിനൊരു പിന്തുണ കിട്ടുന്നുണ്ട്. താങ്ക് യു SKN. ഈ പ്രേക്ഷകൻ പറയുന്നത് നമ്മളെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം ഇങ്ങനെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. SKN ഒരു പ്രധാനപ്പെട്ട കാര്യം, സമീപകാലത്ത് ഒരുപക്ഷെ ഞാൻ 2001 മുതൽ ഉപതെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇതുവരെ ഇത്രയും വീറും വാശിയുമേറിയ, അതായത് തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിൽ കാണാത്ത, വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ കാണാത്ത, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും കാണാത്ത വിധത്തിലുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വീറും വാശിയും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. തുടക്കം മുതൽ, അത് പ്രത്യേകിച്ചും ഈ സ്ഥാനാർത്ഥികൾ, ആര്യാടൻ ഷൗക്കത്ത് വന്നതിന് ശേഷം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വരാതെ എം സ്വരാജിനെ ഇറക്കുന്നു. ഇന്നിപ്പോൾ UDFിൻ്റെ കൺവെൻഷൻ നടക്കുന്നതോടുകൂടി ചേട്ടാ ലോട്ടറി വിൽപ്പനയാണോ? എങ്ങനെയുണ്ട് ലോട്ടറി വിൽപ്പനയൊക്കെ? ലോട്ടറി വിൽപ്പനയൊക്കെ വലിയ പ്രശ്നത്തിലാണെന്നാണ് SKN പറയുന്നത്. അപ്പം ഏതായാലും ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്യാമ്പയിനെങ്കിൽ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചുകൊണ്ടായിരിക്കും ഇന്ന് KC വേണുഗോപാലിന്റെ ഉദ്ഘാടനം. KC എത്തുന്നത് യുവാക്കൾക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കും. പൊതുവിൽ UDF ക്യാമ്പിൽ മാത്രമല്ല, UDFിൻ്റെ എല്ലാ നേതാക്കളും, അബ്ബാസ് അലി തങ്ങൾ, അതുപോലെ PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ CP ജോൺ, മിക്കവാറും എല്ലാ നേതാക്കളും ഇവിടത്തേക്ക് എത്തുന്നുണ്ട്. നിലമ്പൂരിൽ വൈകിട്ട് 3 മണിക്കാണ് കൺവെൻഷൻ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മണം. റീന സതീശൻ. SKN, നമ്മുടെ ആഷ്മി നന്നായിട്ട് ഹിന്ദി പറയുന്നുള്ളൂ. ഹിന്ദി മാലും എന്ന് വെച്ചാൽ അതായത് ഡൽഹിയിലേക്കൊന്നും പറഞ്ഞു വിട്ടേക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം കുറേ കാലം ഡൽഹിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും ഹിന്ദി നന്നായി സംസാരിക്കാൻ പറ്റുന്നത്.